ആചാര്യ ടി വി ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും എൻ്റെ വിനീതമായ സ്വാഗതം. എല്ലാവരെയും ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ജ്യോതിഷ വിഷയം ഈ മന്ത്രം ഒന്ന് ചൊല്ലി നോക്കൂ. ഐശ്വര്യം വന്നു നിറയും. ഈ മന്ത്രം ഒന്ന് നിങ്ങളൊന്ന് ചൊല്ലി നോക്ക്, നിങ്ങളിലെ ഐശ്വര്യം വന്നു നിറയും. എന്താണ് ആ മന്ത്രം? അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഈ മന്ത്രം ഒന്ന് നിങ്ങൾ നല്ല മനഃശുദ്ധിയോടുകൂടിയും ശരീരശുദ്ധിയോടുകൂടിയും സ്ഥലശുദ്ധിയോടുകൂടിയും നിങ്ങളൊന്ന് ചൊല്ലി നോക്കും. തീർച്ചയായിട്ടും ഫലം കിട്ടും. ഏതാണ്? അഷ്ടലക്ഷ്മി സ്തോത്രവും കുബേരമന്ത്രവും ചൊല്ലിയാലുള്ള ഗുണങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്ന് അഷ്ടലക്ഷ്മി സ്തോത്രം, ഒന്ന് കുബേരമന്ത്രം. ഇതൊക്കെ ചെയ്താൽ നിങ്ങളുടെ ആ ദോഷങ്ങൾ, അതായത് നിങ്ങളുടെ കടങ്ങൾ ഉണ്ടെങ്കിൽ കടങ്ങൾ മാറിക്കിട്ടും. നിങ്ങൾക്ക് കുടുംബത്തിലെ ഐശ്വര്യം വന്ന് നിറയും. കുടുംബത്തിലെ ഐശ്വര്യം വന്ന് നിറയും. മഹാലക്ഷ്മി അഷ്ടലക്ഷ്മി സ്തോത്രങ്ങളൊക്കെ ചൊല്ലിയാൽ. അപ്പൊ എന്താണ് ഈ മന്ത്രങ്ങൾ എന്താണെങ്കിൽ എന്ന് വെച്ച് പറയാം. കുബേരമന്ത്രവും അഷ്ടലക്ഷ്മി സ്തോത്രവും രണ്ടും ധനനേട്ടം ഉണ്ടാക്കിത്തരും. ഒരു കുടുംബത്തിന് ഐശ്വര്യം ഉണ്ടാക്കിത്തരും കുബേരമന്ത്രവും അഷ്ടലക്ഷ്മി സ്തോത്രവും. വേണ്ട വിധത്തിൽ അത് ചൊല്ലിയാൽ ഐശ്വര്യവും കുടുംബശ്രേയസ്സും കുടുംബത്തിൽ വന്നു ചേരും. കുടുംബത്തിൽ ശ്രേയസ് വന്നു ചേരും, ഐശ്വര്യം വന്നു ചേരും, ധനനേട്ടങ്ങൾ ഉണ്ടാകും, സാമ്പത്തിക പുരോഗതികളെല്ലാം കുടുംബത്തിൽ വന്നുണ്ടാകും. കാശുണ്ടാക്കാൻ നെട്ടോട്ടമിടുന്നവർ ഇതൊന്ന് ചൊല്ലുന്നത് വളരെ നല്ലതാണ്. എന്താണ്? കാശുണ്ടാക്കാനേ നെട്ടോട്ടമിടുന്ന ചില ആൾക്കാരുണ്ട്. പക്ഷെ ചൊല്ലുന്ന കാര്യത്തിൽ ഒരു സത്യസന്ധത വേണം കേട്ടോ, എന്നാലേ നേട്ടങ്ങൾ ഉണ്ടാവുള്ളൂ. അല്ലാതെ ആർത്തിയോടുകൂടി കുറെ പണം ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് ചൊല്ലിയിട്ട് കാര്യമില്ല. അങ്ങനെ ആർത്തിയാണ്. അപ്പൊ ആർത്തി പിടിച്ച് ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. എന്നാൽ നമുക്ക് ജീവിക്കണം, പണം വേണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബകാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പണം വേണം. നമ്മുടെ കുടുംബത്തിൽ ഒരു ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പണം വേണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഭഗവതിയോ ഭഗവാനോ നടത്തി തരണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാതെ ആർത്തി പിടിച്ച് കുറെ ധനം ഉണ്ടാക്കി വെക്കണമെന്നും വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ഫലം ഉണ്ടാവുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഒരു സത്യസന്ധത വേണം. അങ്ങനെ പ്രാർത്ഥിക്കണം. അപ്പൊ പണം ഉണ്ടാക്കാൻ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നവർ ഇതൊന്ന് ചെയ്തു നോക്ക്, ചൊല്ലി നോക്ക്. ആത്മസമർപ്പണത്തോടെ ചൊല്ലിയാൽ ഫലം നിശ്ചയമായും കിട്ടും. ഈ അഷ്ടലക്ഷ്മി സ്തോത്രവും കുബേരമന്ത്രവും നിങ്ങൾ ആത്മസമർപ്പണത്തോടു കൂടി ചൊല്ലണം. എന്നാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. പണം മാത്രം ഉണ്ടാക്കണം എന്ന ദുരുദ്ദേശത്തോടു കൂടി ചൊല്ലിയാൽ ഫലം കിട്ടില്ല. നേരത്തെ പറഞ്ഞില്ലേ, ഫലം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഉദ്ദേശശുദ്ധി നന്നായിരിക്കണം, എന്നാലും മാത്രമേ ഫലം കിട്ടൂ. ഒരു ദിവസമോ 2 ദിവസമോ അല്ലെങ്കിൽ 2 ആഴ്ചയോ ചൊല്ലിയാൽ ഫലം കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ 1-2 ആഴ്ച അല്ലെങ്കിൽ ഇങ്ങനെ ചൊല്ലി സ്ഥിരമായിട്ട് ചൊല്ലി, അയ്യോ ഞങ്ങൾക്ക് പണമൊന്നും കിട്ടുന്നില്ല എന്നെ വിളിച്ച് തെറി പറഞ്ഞിട്ടൊരു കാര്യമൊന്നുമില്ല. അതേപോലെ തന്നെ എനിക്ക് ലോട്ടറി അടിക്കണം എന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. എല്ലാവർക്കും ലോട്ടറി അടിച്ചൊന്നും വരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ലോട്ടറി അടിക്കുക വെച്ച് കാശുണ്ടാകുന്ന അല്ലെങ്കിൽ വേറെ വിധത്തിൽ കാശുണ്ടാകുമെന്നല്ല ഞാൻ പറയണേ. നിങ്ങള് സ്ഥിരമായി നിരന്തരമായി ഭഗവാനോടോ ഭഗവതിയോടോ നല്ല പോലെ പ്രാർത്ഥിച്ചാൽ അവിടെ ശരിക്കും ഫലം കിട്ടും. അത് ഒരു സംശയമില്ല. അതിന് ഒരു നിരന്തരമായ ഒരു പ്രക്രിയ ആവശ്യമാണ്. അല്ലാണ്ട് ഞാൻ ഒരാഴ്ച ചൊല്ലി ഞാൻ കുബേരനായില്ലല്ല, അല്ലെങ്കിൽ 2 ആഴ്ച ചൊല്ലി എനിക്ക് ധനമൊന്നും വന്നില്ലല്ല എന്ന് വിലപിച്ചിട്ട് ഒരു കാര്യമില്ല. നിരന്തരമായിട്ട് ചൊല്ലിയാൽ ഫലം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടും, ഉറപ്പാണ്. നിങ്ങളൊന്ന് ചൊല്ലി നോക്കൂ. എന്താണ് കുബേരമന്ത്രം? ഞാനിവിടെ പറയാം. ഞാനിത് പല എപ്പിസോഡിൽ പല കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ള ഒരു മന്ത്രമാണ്. വീണ്ടും ഞാനിവിടെ പറയാം. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധിമേം ദദാപയ നമഃ. ഇതാണ് കുബേരമന്ത്രം. ഈ 4 വരി മന്ത്രം നിസ്സാര മന്ത്രമാണ്. പക്ഷെ അത് നല്ല ശുദ്ധിയോടുകൂടി ചൊല്ലണം, മനഃശുദ്ധിയോടുകൂടി ചൊല്ലണം. കാപട്യത്തോടുകൂടി ചെന്നിട്ട് പണം ഉണ്ടാവണമെന്ന് കരുതി കാപട്യത്തോടുകൂടി ചൊല്ലിയാലൊന്നും പണമൊന്നും ഉണ്ടാവില്ല. നല്ല പോലെ ആത്മാർത്ഥമായിട്ട് ചൊല്ല. ഭഗവാനെ എനിക്ക് നിവൃത്തിയില്ല, ധനപരമായ ആകെ ബുദ്ധിമുട്ടിലാണ് ഞാൻ,
ആകെ കഷ്ടപ്പാടിലാണ്. എൻ്റെ ജീവിതം തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് ഭഗവാൻ എന്നിൽ കടാക്ഷിക്കണം, കുബേര ഭഗവാൻ എന്നിൽ കടാക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇത് മന്ത്രം ഒന്ന് ചൊല്ലാം. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയേ ധനധാന്യ സമൃദ്ധിമേ ദദാഭയ നമ. ഇതാണ് കുബേരമന്ത്രം. ഞാൻ ഒന്നും കൂടി ചൊല്ലാം. ഇതെന്റെ ഗുരുനാഥൻ എനിക്ക് മുഖതാവിലൂടെ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാനിത് ഒന്നും കൂടി പറയുന്നു. എനിക്കിത് എൻ്റെ ഗുരുനാഥൻ എനിക്ക് പറഞ്ഞു തന്നേക്കണ ഈ മന്ത്രം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി ചൊല്ലാൻ മുന്നേന്. ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയേ ധനധാന്യ സമൃദ്ധിമേ ദദാഭയ നമ. ഈ കുബേര മന്ത്രം നിങ്ങളൊന്ന് നിരന്തരമായി ചൊല്ലു നോക്കും, ഫലം ഉണ്ടാവും. ഇടക്ക് വർഷത്തിലൊരിക്കലെങ്കിലും ഒന്ന് തിരുപ്പതി ക്ഷേത്രത്തിലൊന്ന് പോകണം. മനസ്സിലായ? തിരുപ്പതി ക്ഷേത്രത്തിലൊന്ന് പോകണം. ഈ കുബേര മന്ത്രം ഒന്ന് ചൊല്ലണം. നിങ്ങൾക്ക് ഇതാണ് കുബേര. ഇത് ഇപ്രകാരം ചൊല്ലിയ ഗുണം കിട്ടും. അതുകൂടാതെ അഷ്ടലക്ഷ്മി സ്തോത്രം ചൊല്ല. അഷ്ടലക്ഷ്മി സ്തോത്രം, ഈ അഷ്ടലക്ഷ്മി സ്തോത്രം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ സ്തോത്രമാണ്. അത് മുഴുവനും ഇവിടെ ഒന്നും ഇപ്പൊ ചൊല്ലിയാൽ ഈ സമയപരിധി കൊണ്ട് അത് ചൊല്ലാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് എന്താ ചെയ്യണത്? അഷ്ടലക്ഷ്മി സ്തോത്രം, അതായത് ആവശ്യക്കാർക്ക് പുസ്തകക്കടയിൽ വാങ്ങാൻ കിട്ടും. അഷ്ടലക്ഷ്മിമാരുടെ സ്തോത്രം കിട്ടും, വാങ്ങാൻ കിട്ടും. അത് മേടിച്ചിട്ട് അഷ്ടലക്ഷ്മി സ്തോത്രം നിരന്തരമായി ചൊല്ലാം. നിങ്ങളുടെ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം വന്ന് നിറയും കേട്ടോ. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഹിന്ദു ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ള കൂടുതൽ വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.